ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. സംഭവിച്ചതെല്ലാം കേട്ട് ഏത് രാജാവാണ് പരിഭ്രാന്തനായത്? ഓപ്ഷൻസ്: പീലാത്തോസ്, ഹേറോദേസ്, കിരിയാനോസ്. ഉത്തരം: ഹേറോദേസ്. 2. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: യേശു ശിഷ്യന്മാരോട്, യേശു പത്രോസിനോട്, യേശു 12 പേരോട്. ഉത്തരം: യേശു 12 പേരോട്. 3. പൂരിപ്പിക്കുക. ബാക്കി വന്ന ഡാഷ് 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഓപ്ഷൻസ്: കഷണങ്ങൾ, അപ്പക്കഷണങ്ങൾ, അപ്പം. ഉത്തരം: കഷണങ്ങൾ. 4. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: ശിഷ്യന്മാർ യേശുവിനോട്, പത്രോസ് യേശുവിനോട്, ശിമയോൻ യേശുവിനോട്. ഉത്തരം: പത്രോസ് യേശുവിനോട്. 5. ഒന്നാം പ്രവചനത്തിനു ശേഷം ഏകദേശം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു രൂപാന്തരപ്പെടുന്നത്? ഓപ്ഷൻസ്: 6 ദിവസം, 10 ദിവസം, 8 ദിവസം. ഉത്തരം: 8 ദിവസം. 6. ലൂക്ക 9:34 9:45 ആവർത്തിച്ചിരിക്കുന്ന പദം. ഓപ്ഷൻസ്: പരിഭ്രാന്തരായി, ഭയചകിതരായി, ഭയപ്പെട്ടു. ഉത്തരം: ഭയപ്പെട്ടു. 7. ലൂക്ക 9:43 പ്രകാരം ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് അത്ഭുതപ്പെട്ടത് ആര്? ഓപ്ഷൻസ്: ജനക്കൂട്ടം, ശിഷ്യന്മാർ, എല്ലാവരും. ഉത്തരം: എല്ലാവരും. 8. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: സെബെദീപുത്രന്മാർ, യാക്കോബും യോഹന്നാനും, ശിഷ്യന്മാർ. ഉത്തരം: യാക്കോബും യോഹന്നാനും. 9. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം പേരെ യേശു പരിപോഷിപ്പിച്ചപ്പോൾ ഒരു പന്തിയിലിരുന്നവരുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: 100, 30, 50. ഉത്തരം: 50. 10. 5 അപ്പവും 2 മീനും 5000 പേർക്ക് കൊടുത്ത ശേഷം എത്ര കുട്ട നിറയെ ശേഖരിച്ചു? ഓപ്ഷൻസ്: 8, 12, 6. ഉത്തരം: 12. 11. ഗുരു, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഉത്തരം: പത്രോസ്. 12. യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ ശിഷ്യൻ. ഓപ്ഷൻസ്: പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ. ഉത്തരം: പത്രോസ്. 13. സമരിയക്കാരുടെ മേൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നശിപ്പിക്കാൻ ആഗ്രഹിച്ച ക്രിസ്തു ശിഷ്യന്മാർ ആരെല്ലാം? ഓപ്ഷൻസ്: പത്രോസും യാക്കോബും, യാക്കോബും യോഹന്നാനും, പത്രോസും യോഹന്നാനും. ഉത്തരം: യാക്കോബും യോഹന്നാനും. 14. തല ചായ്ക്കാൻ സ്ഥലമില്ലാത്തതാർക്ക്? ഓപ്ഷൻസ്: പാമ്പിന്, പറവയ്ക്ക്, മനുഷ്യപുത്രന്. ഉത്തരം: മനുഷ്യപുത്രന്. 15. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ, ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: യേശു ജനക്കൂട്ടത്തോട്, യേശു ശിഷ്യന്മാരോട്, യേശു പത്രോസിനോട്. ഉത്തരം: യേശു ജനക്കൂട്ടത്തോട്. 16. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന് ആര് പറഞ്ഞു? ഓപ്ഷൻസ്: യജമാനൻ, യേശു, ദൂതൻ. ഉത്തരം: യേശു. 17. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 72 പേരെ തിരഞ്ഞെടുത്ത് എത്ര പേരെ വീതമാണ് യേശു അയച്ചത്? ഓപ്ഷൻസ്: 2 പേരെ, 3 പേരെ, 5 പേരെ. ഉത്തരം: 2 പേരെ. 18. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ശിഷ്യന്മാരെ അയച്ചത്? ഓപ്ഷൻസ്:
പ്രാവിനെ പോലെ, കുഞ്ഞാടുകളെ പോലെ, സിംഹത്തെ പോലെ? ഉത്തരം കുഞ്ഞാടുകളെ പോലെ. 19. ആരാണ് തൻ്റെ കൂലിക്ക് അർഹൻ? ഓപ്ഷൻസ്: വേലക്കാരൻ, ജോലിക്കാരൻ, ദാസൻ. ഉത്തരം വേലക്കാരൻ. 20. സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ എത്ര ദനാറയാണ് കൊടുത്തത്? ഓപ്ഷൻസ്: 3 ദനാറ, 1 ദനാറ, 2 ദനാറ. ഉത്തരം 2 ദനാറ. 21. ആരാണ് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നത്? ഓപ്ഷൻസ്: മർത്ത, മറിയം, സൂസന്ന. ഉത്തരം മറിയം. 22. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. വചനഭാഗം. ഓപ്ഷൻസ്: 10:41, 10:42, 10:40. ഉത്തരം 10:42. 23. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഡാഷ്. ഓപ്ഷൻസ്: സന്തോഷിക്കുവിൻ, സ്തുതിക്കുവിൻ, ആനന്ദിക്കുവിൻ. ഉത്തരം സന്തോഷിക്കുവിൻ. 24. നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: ഫരിസേയനോട്, നിയമജ്ഞനോട്, സദുക്കായരോട്. ഉത്തരം നിയമജ്ഞനോട്. 25. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ആരിൽ നിന്ന്? ഓപ്ഷൻസ്: മറിയം, മർത്ത, സൂസന്ന. ഉത്തരം മറിയം. 26. സ്വർഗസ്ഥനായ പിതാവ് ആർക്കാണ് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ എന്ന് പറയുന്നത്? ഓപ്ഷൻസ്: തന്നോട് ആവശ്യപ്പെടുന്നവർക്ക്, തന്നോട് യാചിക്കുന്നവർക്ക്, തന്നോട് ചോദിക്കുന്നവർക്ക്. ഉത്തരം തന്നോട് ചോദിക്കുന്നവർക്ക്. 27. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നത് എന്തു തേടിയാണ്? ഓപ്ഷൻസ്: സമാധാനം, മറ്റൊരുവനെ, ആശ്വാസം. ഉത്തരം ആശ്വാസം. 28. പൂരിപ്പിക്കുക. ദൈവവചനം കേട്ട് അത് ഡാഷ് കൂടുതൽ ഭാഗ്യവാന്മാർ. ഓപ്ഷൻസ്: പാലിക്കുന്നവൻ, അനുസരിക്കുന്നവൻ, പഠിപ്പിക്കുന്നവൻ. ഉത്തരം പാലിക്കുന്നവൻ. 29. ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും ആരുടെ വിജ്ഞാനം കേൾക്കാനാണ് വന്നത്? ഓപ്ഷൻസ്: യേശുവിൻ്റെ, സോളമൻ്റെ, ശിഷ്യന്മാരുടെ. ഉത്തരം സോളമൻ്റെ. 30. യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവർ. ഓപ്ഷൻസ്: മെലീത്താക്കാർ, നിനവേക്കാർ, താർസിസുകാർ. ഉത്തരം നിനവേക്കാർ. 31. ലൂക്ക 11:42 പറഞ്ഞിരിക്കുന്ന 2 ചെടികൾ. ഓപ്ഷൻസ്: അരുത, തുളസി, മുല്ല, ജമന്തി, മുൾച്ചെടി, മുന്തിരി. ഉത്തരം അരുത, തുളസി. 32. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ. ഓപ്ഷൻസ്: യോഹന്നാൻ, സക്കറിയ, ഏലിയ. ഉത്തരം സക്കറിയ. 33. പിശാച് പുറത്തു പോയപ്പോൾ സംസാരിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഊമൻ, പിശാചുബാധിതൻ, ബാലിക. ഉത്തരം ഊമൻ. 34. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കപ്പെടുന്നു. വചനഭാഗം. ഓപ്ഷൻസ്: 11:23, 11:28, 11:9. ഉത്തരം 11:23. 35. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻസ്: ഒരു സ്ത്രീ, ഒരുവൻ, ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ. ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ. 36. തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ യേശുവിനെ ക്ഷണിച്ചത് ആര്? ഓപ്ഷൻസ്: ഒരു നിയമജ്ഞൻ, ഒരു ഫരിസേയൻ, സദുക്കായർ. ഉത്തരം ഒരു ഫരിസേയൻ. 37. കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. നിങ്ങൾ ആരാണ്? ഓപ്ഷൻസ്: ഫരിസേയർ, നിയമജ്ഞർ, ഫരിസേയൻ. ഉത്തരം ഫരിസേയർ. 38. ലൂക്ക സുവിശേഷത്തിലെ
12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യേശു സംസാരിക്കുന്നത് ആരോടാണ്? ഓപ്ഷൻസ്: ശിഷ്യരോട്, ഫരിസേയരോട്, ജനപ്രമാണികളോട്. ഉത്തരം: ശിഷ്യരോട്. 39. മനുഷ്യരുടെ മുൻപിൽ യേശുവിനെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും യേശുവും ആരുടെ മുൻപിലാണ് ഏറ്റുപറയുക? ഓപ്ഷൻസ്: സ്വർഗത്തിൻ്റെ മുൻപിൽ, പിതാവിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ. ഉത്തരം: ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ. 40. ഭയം കൂടാതെ സാക്ഷ്യം നൽകുക എന്ന സന്ദേശം നൽകുമ്പോൾ യേശു ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്ന വിധം. ഓപ്ഷൻസ്: ശിഷ്യരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്നേഹിതരെ. ഉത്തരം: എൻ്റെ സ്നേഹിതരെ. 41. ലൂക്ക 12:4 12:7 ആവർത്തിച്ചിരിക്കുന്ന വാക്ക്. ഓപ്ഷൻസ്: ഭയപ്പെടേണ്ട, ഭയപ്പെടുവിൻ, വിസ്മയിക്കുവിൻ. ഉത്തരം: ഭയപ്പെടേണ്ട. 42. മനുഷ്യജീവിതം ഡാഷ് കൊണ്ടല്ല ധന്യമാകുന്നത്. ഓപ്ഷൻസ്: സമ്പത്ത്, ധനം, പണം. ഉത്തരം: സമ്പത്ത്. 43. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: ദൈവം ഭോഷനോട്, കർത്താവ് ഭോഷനോട്, ദൈവം വിഡ്ഢിയോട്. ഉത്തരം: കർത്താവ് ഭോഷനോട്. 44. പൂരിപ്പിക്കുക. ഡാഷ് വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഓപ്ഷൻസ്: മനുഷ്യപുത്രൻ, യജമാനൻ, വീട്ടുടമസ്ഥൻ. ഉത്തരം: യജമാനൻ. 45. ഫരിസേയരുടെ ഡാഷ് ആകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഓപ്ഷൻസ്: കുടിലത, കപടത, കാപട്യം. ഉത്തരം: കാപട്യം. 46. പൂരിപ്പിക്കുക. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് ഡാഷ് നിങ്ങളെ പഠിപ്പിക്കും. ഓപ്ഷൻസ്: ആത്മാവ്, പരിശുദ്ധാത്മാവ്, സഹായകൻ. ഉത്തരം: പരിശുദ്ധാത്മാവ്. 47. അല്പവിശ്വാസികളെ എന്ന് ലൂക്ക 12:28 യേശു ആരെയാണ് സംബോധന ചെയ്യുന്നത്? ഓപ്ഷൻസ്: ജനക്കൂട്ടത്തെ, പത്രോസിനെയും യാക്കോബിനെയും, ശിഷ്യന്മാരെ. ഉത്തരം: ശിഷ്യന്മാരെ. 48. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. വചനഭാഗം എഴുതുക. ഓപ്ഷൻസ്: 12:30, 12:24, 12:34. ഉത്തരം: 12:34. 49. എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് ആര് വരുന്നത്? ഓപ്ഷൻസ്: മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, യേശു. ഉത്തരം: മനുഷ്യപുത്രൻ. 50. ലൂക്ക 12:56 യേശു ആരെയാണ് കപടനാട്യക്കാരെ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻസ്: ജനക്കൂട്ടം, ഫരിസേയർ, നിയമജ്ഞർ. ഉത്തരം: ജനക്കൂട്ടം.